നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 682 682. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 682. ഇന്ന് ശിശുപാലൻ്റെ സായുജ്യം 151 സർഗ്ഗമാണ് തുടങ്ങേണ്ടത്. അപ്പോൾ 180 സർഗ്ഗം കുറച്ച് വലിയ സർഗ്ഗമായിരുന്നു. 75 ശ്ലോകങ്ങളുണ്ടായിരുന്നു. അത് യുധിഷ്ഠിര സ്തുതി, വ്യാസാദികളുടെ ആഗമനം മുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ 86ാമത്തെ ശ്ലോകമായിരുന്നു അവസാനത്തെ. അതെന്തായിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയത്? സദസ്സിൽ നിന്ന് അമ്പോട് ഉയർന്ന കൃഷ്ണ സങ്കീർത്തനം കേട്ട് അലിവാർന്ന് അമന്തം പെട്ടെന്ന് തുടർന്നു പെൺമണിമാർക്കൾ ഇന്ദ്രപ്രസ്ഥത്തിലെങ്ങും പുതുപുഷ്പവർഷം പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് ശിശുപാലൻ്റെ സായുജ്യം എന്നുള്ള കഥ പറയണത്. 1ാമത്തെ ശ്ലോകം. ഈ വണ്ണം എങ്ങും ഘോഷിക്കും കൃഷ്ണൻ്റെ ഗുണവർണ്ണനം കേട്ടു സഹച്ചിടാതെണീറ്റു ധമഘോഷജൻ. ധമഘോഷജൻ എന്നുള്ളത് അയാളുടെ എന്താണെന്നാ പറയുക, തറവാട്ട് ചെല്ലപ്പേരെന്ന് പറയാം. ശിശുപാലൻ കേട്ടോ. ധമഘോഷജൻ ഈ വണ്ണം എങ്ങും ഘോഷിക്കും കൃഷ്ണൻ്റെ ഗുണവർണ്ണനം കേട്ടു സഹിച്ചിടാതെ. അല്ലേ? നല്ലത് നായയ്ക്ക് നന്നല്ല എന്നൊരു ചൊല്ലുണ്ട്. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ശിശുപാലൻ്റെ ക്രെഡൻഷ്യൽസ് എന്നുള്ളത്. അപ്പോൾ കേട്ടു സഹിച്ചിടാതെണീറ്റു ധമഘോഷജൻ അഗ്രപൂജനം ആ മട്ടിൽ തന്നെ ചെയ്യിച്ചു സർവവും അനിഷ്ടമാക്കേണം അത് ഓർത്ത് അത്ര നേരമടങ്ങിയോൻ. വളരെ പ്ലാൻഡാണ്. അഗ്രപൂജനം ആ മട്ടിൽ തന്നെ ചെയ്യിച്ചു സർവവും അനിഷ്ടം ആക്കേണം അതോർത്ത്. ഈ ഒരു സംരംഭം അനിഷ്ടമാക്കണം എന്നുള്ള തെറ്റായ നിഗമനത്തിൽ ഇരിക്കുന്ന ദുഷ്ടജന അഗ്രഗണ്യൻ ആരെ? ശിശുപാലൻ. അനിഷ്ടമാക്കേണം അതോർത്ത് അത്ര നേരം മടങ്ങിയോൻ ആകാശത്തിൽ വലം കൈ കൊണ്ടടിച്ചും കൊണ്ട് ചൊല്ലിയൻ. ആകാശത്തിൽ വലം കൈ കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ആകാശത്തിൽ വലം കൈ കൊണ്ടിടിച്ചും കൊണ്ടു ചൊല്ലിനാൻ മതമാർന്നോറെ ഉച്ചത്തിലേവരും കേൾക്കുമാറു. മതമാർന്ന് ഏറെ ഉച്ചത്തിൽ ഏവരും കേൾക്കുമാറുടൻ. എന്താ ചെയ്യുക അല്ലേ? നല്ലൊരു സന്ദർഭത്തിന് പുകമറ സൃഷ്ടിക്കാന്ന് പറയാം. പുകമറ അത് നടക്കില്ല. എന്താ അദ്ദേഹം ചെയ്തത്? നിൽപ്പിൻ വെറും സ്വസ്ത്രം കേൾപ്പതിനല്ല വന്നു ഞാൻ. ഇവിടെ നിങ്ങൾ ആരേനാ ജയ് വിളിക്കണത്, ഗോഗോ വിളിക്കണത് കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം. ഒരാളുടെ മറ്റുള്ളവരുടെ ആത്മവീര്യം കെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നിൽപ്പിൻ വെറും സ്വസ്ത്രം കേൾപ്പതിനല്ല വന്നു ഞാൻ സദസ്യരോടെനിക്കുണ്ട് 2 വാക്കുര ചെയ്യുവാൻ. എനിക്ക് ഈ ബഹുമാനപ്പെട്ട അതിഗംഭീരമായുള്ള സദസ്സ് പരാശരമുനി, വേദവ്യാസമുനി, ഇന്ദ്രൻ, ബ്രഹ്മാവ്, പരമശിവൻ ഒക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. എന്താ? ഗോപാലൻ അഗ്രപൂജാർഹൻ എമ്മട്ടിൽ. ഗോപാലൻ, ഗോപപാലൻ എന്നർത്ഥം.
ഗോപാലൻ അഗ്രപൂജാർഹൻ എമ്മട്ടിൽ ഇതു കേൾക്കുവിൻ മാനിക്കരുത് ഇവൻ ചൊൽവത് ആവർത്തിക്കണം ഒക്കെയും. സഹദേവൻ പറഞ്ഞ വാക്ക് കേട്ട് കൃഷ്ണനെ അഗ്രപൂജ ചെയ്തത് തെറ്റായിപ്പോയി. അതുകൊണ്ട് ഈ സഭയിലുള്ളവരെല്ലാവരും കൂടി ഒരു വേണ്ടുവിചാരം നടത്തി പുതിയൊരാളെ അഗ്രപൂജയ്ക്ക് ഇരുത്തി കർമ്മം പുനരാവിഷ്കരിക്കണം. ഇല്ലെങ്കിൽ ഇത് രാജസൂയയാകാവില്ല എന്നുള്ള നിലയ്ക്ക് ഇയാൾ സംസാരിക്കുന്നത്. ഗോപാലൻ അഗ്രപൂജാർഹനം മട്ടിൽ ഇതു കേൾക്കുവിൻ മാനിക്കരുത് ഇവൻ ചൊൽവത് ആവർത്തിക്കണം ഒക്കെയും. കാലവൈഭവം മൊട്ടല്ലെന്നുര ചെയ്വതു വാസ്തവം. കാലവൈഭവം, കാലത്തിൻ്റെ വൈഭവം ഒട്ടല്ല, വളരെ വലുതാണ്. എന്നുര ചെയ്വതു വാസ്തവം. ചെറുക്കൻ ചൊൽക ഈ വണ്ണം നിങ്ങളാൽ ചിലരെ വരും. ചെറുക്കൻ ആരെന്നെ വിളിച്ചത്? സഹദേവനെ. ലോകത്തിൽ ഏറ്റവും വലിയൊരു മനീഷി എന്ന് വേണം. അത്രയും കറകളഞ്ഞ ഹൃദയമുള്ള ആളാണ് സഹദേവൻ. അത് മനസ്സിലാക്കാണ്ടാണ് ശിശുപാലൻ പറഞ്ഞത്. ചെറുക്കൻ ചൊല്ലുക ഈ വണ്ണവും നിങ്ങളാൽ ചിലരെ വരും. ഭ്രമിച്ചു പോയത് ആശ്ചര്യമെന്നല്ലാതെ എന്തൊരു പൂഞ്ഞാൻ. വളരെ കഷ്ടമായി എന്നല്ലാണ്ട് എനിക്കിതിലൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. പൂജാവസാനം ഈ വണ്ണം പുഷ്പാഞ്ജലി തുടങ്ങിനാൻ. പൂജാവസാനം നിങ്ങൾ കൃഷ്ണനെ അഗ്രപൂജ ചെയ്തിട്ട് ഗോപാലനെ അഗ്രപൂജ ചെയ്തിട്ട് ഇവിടെ എന്താ ഇപ്പം ഇങ്ങനെ ഇത്ര സ്തുതിക്കാനുള്ളത് ഇയാളെ പറ്റിയിട്ട്? ചൈദ്യൻ മുനീന്ദ്ര ശാപത്താൽ കൃഷ്ണദ്വേഷം കവിഞ്ഞവൻ. ചൈദ്യൻ, അതെ ശിശുപാലൻ, പറഞ്ഞല്ലോ ധമഘോഷജൻ. ചൈദ്യൻ മുനീന്ദ്ര ശാപത്താൽ കൃഷ്ണദ്വേഷം കവിഞ്ഞവൻ. അപ്പോൾ കൃഷ്ണൻ്റെ അച്ചമ്പങ്ങളുടെ വേറൊരു അച്ഛൻപങ്ങളുടെ മകനൊട്ടാണ് ഇയാൾ. അപ്പോൾ ഈ ശിശുപാലനെ പ്രസവിച്ച സമയത്ത് 2 കോന്ത്രമ്പല്ലുണ്ടായിരുന്നു എന്നാ. അപ്പോൾ ഒരുപാട് സങ്കടമായി. അപ്പോൾ ഒരു അശരീരി ഉണ്ടായിന്നാ. ഇവനെ ആര് എടുത്ത് ലാളിക്കുന്നുവോ ആ സമയത്ത് ഇവൻ്റെ ഈ കോന്ത്രമ്പല്ല് പോവും. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ ഇയാളുടെ ഘാതകനാവുന്ന. അപ്പോൾ അച്ചമ്പങ്ങൾക്കൊരു കുട്ടി ഉണ്ടായില്ലോ പറഞ്ഞിട്ട് കൃഷ്ണൻ വന്ന് ഈ കുട്ടി എടുത്തു. കോന്ത്രമ്പല്ല് പോയി. അപ്പോൾ അതിനർത്ഥം എന്തായി? അപ്പോൾ ആ ശിശുപാലൻ്റെ അമ്മ കൃഷ്ണൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ മോനെ ജീവിക്കാൻ സമ്മതിക്കണം. അപ്പോൾ പറഞ്ഞു, 100 108 എനിക്ക് അത്ര ഉറപ്പില്ല, തള്ളാൻ വയ്യ, എനിക്ക് തെറ്റ് ഞാൻ ക്ഷമിക്കും, അതിലുപരിയായാൽ ഞാൻ ശിക്ഷിക്കുന്നു പറഞ്ഞു. ഓ ശരി. അപ്പോൾ ഭഗവാൻ ഇതിങ്ങനെ എണ്ണിയിരിക്കുക എപ്പോഴാണ് ഇവൻ ഓവർലാപ്പിംഗ് ആവണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ചൈദ്യൻ മുനീന്ദ്ര ശാപത്താൽ. ഓരോരുത്തരും ജനിക്കണത് അല്ലേ? ഇവിടെ സത്യത്തിൽ ഈ ശിശുപാലനും ദന്തവക്ത്രനും രാവണ കുംഭകർണന്മാർ, അതേമാതിരി എന്താ പറയുക, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഈ 3 6 ജയവിജയന്മാരുടെ 3 ആവർത്തി ജന്മമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണദ്വേഷം കവിഞ്ഞവൻ പുറംമോടികളിൽ തന്നെ മയങ്ങിപ്പോയി സർവരും. പുറംമോടികളിൽ തന്നെ മയങ്ങിപ്പോയി സർവരും. കൃഷ്ണ നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചൊരു പുറംമോടിയിൽ നിങ്ങൾ മയങ്ങിയിട്ടാണ് തെറ്റിച്ചത്. ഇവൻ്റെ വാസ്തവം നിങ്ങളറിഞ്ഞിട്ടില്ലതേവരെ. കൃഷ്ണൻ്റെ കള്ളത്തരൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞതേ. അത് ശരിക്ക് ശിശുപാലനാണ് കൃഷ്ണൻ്റെ തേജസ് മനസ്സിലാക്കാത്തത്. ഉണ്മോനും മുട്ടുന്നവനും യോജിപ്പുണ്ടോർക്കിലെത്രയും. ഉണ്മോനും, ഉണ്ണുന്നവനും മുട്ടുന്നവനും യോജിപ്പുണ്ടോർക്കിലെത്രയും. വ്യാസാദി മഹിതാത്മാക്കൾ എത്രയോ വിലസീടവേ. വ്യാസരും പരാശര മഹർഷിയും നാരദരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ കൃഷ്ണൻ അഗ്രഗണ്യ പൂജയ്ക്ക്
ശരിയാവുക എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സംശയം. വ്യാസാദിമഹിതാത്മാക്കൾ എന്നപ്പോൾ സത്യത്തിൽ വ്യാസനോടോ പരാശര മഹർഷിയോടോ സ്നേഹം ഉണ്ടായിട്ടാണോ ശിശുപാലൻ പറഞ്ഞത്? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂജിപ്പാൻ ഈ വിധം കണ്ടുപിടിച്ചതു മഹാത്ഭുതം. വ്യാസാദിമഹിതാത്മാക്കൾ എത്രയോ വിലസിടവേ പൂജിപ്പാൻ ഈ വിധം കണ്ടുപിടിച്ചതു മഹാത്ഭുതം. കാകൻ നിവേദ്യം കൊത്തുമ്പോൾ അഗ്രപൂജനം ഇന്നിവൻ കൈകൊണ്ടു കഷ്ടം ഏവർക്കും നിങ്ങൾക്ക് ഇത് അവമാനമാം. നിങ്ങളെന്ന് പറഞ്ഞാരാ? പാണ്ഡവരെ. നിങ്ങൾ യമധർമ്മ മഹാരാജാവിൻ്റെ അംശമായിട്ടാണ് ധർമ്മപുത്രർ. വായുദേവൻ്റെ അംശമാണ് ഭീമൻ. ഇന്ദ്രൻ്റെ അംശമാണ് അർജുനൻ. നകുല സഹദേവന്മാരാവട്ടെ, അത് ഇയാൾ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറയട്ടെ ഒന്ന് മാത്രം. അശ്വിനി ദേവന്മാർ. അപ്പോൾ അവർ മോശക്കാരല്ല. പക്ഷേ ശിശുപാലന് അതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ കാകൻ നിവേദ്യം കൊത്തുമ്പോൾ അഗ്രപൂജനം ഇന്നിവൻ കൈകൊണ്ടു കഷ്ടം ഏവർക്കും നിങ്ങൾക്ക് ഇത് അവമാനമാം. പാണ്ഡവരെ, നിങ്ങൾക്കിത് അപമാനമാണ്. ഞാനിത് എമ്മട്ടും ഈ വണ്ണം സമ്മതിക്കില്ല തീർച്ചയാം. ഇയാളെന്താ ആരാ സമ്മതിച്ചില്ലെങ്കിൽ? പക്ഷെ അദ്ദേഹം പറയാണ്, ഭാരതത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അത് എസ് വെച്ച് കൊടുക്കണോ അതിനെ വീറ്റോ ചെയ്യണതോ എന്നുള്ളത് വേറൊരു വശം. അപ്പോൾ ഞാനിതെന്മട്ടും ഈ വണ്ണം സമ്മതിക്കില്ല തീർച്ചയാം. യയാതി ശാപം ബാധിച്ച തറവാട്ടിൽ പിറന്നവൻ. യയാതി, അതായത് യയാതിക്ക് എന്താ പറയുക, യുവത്വം നശിക്കാതെ കണ്ടിരിക്കാൻ എൻ്റെ വൃദ്ധാവസ്ഥ വാങ്ങിയിട്ട് എനിക്ക് യുവത്വം ആരാ തരാന്നുള്ളത് ചോദിക്കണ്ടായി. അപ്പോൾ അതിൽ ഈ യദുക്കളിൽ കേമനായിട്ടൊരാൾ, യദു മകനാണ്, 5 ആളോട്ടുണ്ടായിരുന്നു, അതിൽ ഒരാളാണ് സമ്മതിച്ചത്. യദു പറഞ്ഞു എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ അച്ഛൻ ശപിച്ചു, നിങ്ങൾക്ക് രാജചിഹ്നങ്ങളും രാജപതിവുകളും ഇല്ലാതെ കണ്ടിരിക്കട്ടെ. ഇതൊക്കെ കൃഷ്ണനെ അറിയാഞ്ഞിട്ടല്ല, എന്നാലും ആ യദുകുലനാഥനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ അപ്പോൾ പറഞ്ഞു താൻ ഇത് എമ്മട്ടും ഈ വണ്ണം സമ്മതിക്കില്ല തീർച്ചയാം. യയാദീശാപം ബാധിച്ച തറവാട്ടിൽ പിറന്നവൻ ബ്രഹ്മാദ്യർ മുമ്പിലും വന്നു തെളിഞ്ഞുകൊണ്ടിരിപ്പവൻ. ബ്രഹ്മാദ്യർ വന്ന് ഇയാളുടെ മുമ്പിൽ ഇരിക്കണ്ടല്ലോ. വർണ്ണാശ്രമ കുലാചാരമെങ്ങും നോക്കാതിരിപ്പവൻ. ഇവൻ വർണ്ണാശ്രമധർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ തന്നെ സ്വന്തം അമ്മാവനെ കൊന്നവനാ അല്ലേ? പൂതനെ കൊന്നു, ആന ചേന എന്നൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. വർണ്ണാശ്രമകുലാചാരം എങ്ങും നോക്കാതിരിപ്പവൻ പറവിൻ നിങ്ങളീ വണ്ണം പൂജയേൽക്കുവതെങ്ങനെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാതെ ധൃതി പിടിച്ചിട്ട് ഈ കൃഷ്ണന് അഗ്രപൂജ ചെയ്ത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. പറവിൻ നിങ്ങൾ ഈ വണ്ണം പൂജയേൽക്കുവതെങ്ങനെ. താന്തോന്നി നിർഗുണൻ അതോ സർവധർമ്മ ബഹിഷ്കൃതൻ. താന്തോന്നി ശരിയാണ്, താന്തോന്നികളെ നിലയ്ക്ക് നിർത്തുന്ന താന്തോന്നിയാണ് അദ്ദേഹം. ആരെ? കൃഷ്ണൻ. അതാണ് പറഞ്ഞത്. പറവിൻ താന്തോന്നി നിർഗുണൻ, ഗുണമില്ലാത്തവനല്ല, ഗുണാതീതന്ന. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാണ്ഡിത്യം വേണം. അതോ സർവധർമ്മ എല്ലാ ധർമ്മവും ബഹിഷ്കരിച്ചവൻ. ശരിയാണ്. കാരണം ആർക്കതൊക്കെ മോക്ഷപ്രാപ്തിക്ക് താല്പര്യമുള്ളവർ ഇതൊക്കെ വേണം. ഇദ്ദേഹം മോക്ഷം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇയാൾക്ക് കൃഷ്ണനൊന്നും ബാധകമല്ല. ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവൻ്റെ ചരിതം ചൊല്ലുവാൻ പോലും നാണിച്ചിടുന്നു ഞാൻ. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന ഈ കപട കേസരി എന്നൊക്കെയാണ് പറയുക. എനിക്ക് നാണാവുന്നു ഇയാളെപ്പറ്റി പറയാൻ. ഉണ്ടായ ദിവസം തന്നെ ഗോകുലത്തിൽ ഒളിച്ചവൻ. കംസൻ്റെ കാരാഗൃഹത്തിൽ
ജനിച്ച ഇയാൾ എന്തു ചെയ്തു? ഗോകുലത്തിൽ ഒളിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് സാക്ഷാൽ മഹാവിഷ്ണു ചതുർഭുജനായിട്ട് ദേവകി വസുദേവന്മാർക്ക് ദർശനം കൊടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനായി പറക്കാൻ പോണു, പക്ഷേ പ്രത്യേക ചില സാഹചര്യത്തിൽ നിങ്ങൾ ഉടനെ എന്നെ എടുത്ത് ഗോകുലത്തിൽ യശോദമ്മയുടെ അടുത്ത് ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ട്, അതിനെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കിടത്തണം, എന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കിടത്തണം, നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അതിജീവിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും ശ്രദ്ധിക്കണ്ട എന്നൊക്കെ ചട്ടം കിട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സ്വരാജം തീരെ വിട്ടേതോ കടലിൽ ചെന്നു പാർപ്പവൻ. മധുരയിലാണ് ഉഗ്രസേന മഹാരാജാവും മറ്റും. ഇയാൾ ചിലവരേനൊക്കെ പേടിച്ചിട്ട്, അതായത് ജരാസന്ധെന്ന് പേരെടുത്ത് പറഞ്ഞില്ല, സ്വരാജം തീരെ വിട്ടേതോ കടലിൽ ചെന്നു പാർപ്പവൻ, ചെറുപ്പകാലം പൈമേച്ചുകൊണ്ടലഞ്ഞു നടന്നവൻ. ചെറുപ്പകാലത്ത് ഇയാൾ എന്താ ചെയ്തിരുന്നത്? പശുവിനെ മേച്ച് നടക്കുന്ന ഒരാളായിരുന്നു എന്നാണ് മനസ്സിലായില്ലേ. നാണവും മാനവും മറ്റും മുൾപ്പൂവിൽ തീരെ അറ്റവൻ. കൃഷ്ണന് നാണവും മാനവും മറ്റും മുൾപ്പൂവിൽ തീരെയറ്റവൻ, പതിവാ ചെയ്തു പോന്നീടും ഇന്ദ്രയാഗം മുടക്കിയോൻ. ഈ ബാലിശമായിട്ടുള്ള ആൾക്കാർ ബാലിശമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ ഇവൻ്റെ അച്ഛനും വളർത്തച്ഛൻ എല്ലാവരും കൂടി എല്ലാ വർഷവും നടത്തുന്ന ഇന്ദ്രയാഗം മുടക്കിയിട്ടുള്ള കശ്മലനാണ് ഇയാളെന്നാണ് പറഞ്ഞത്. പറഞ്ഞില്ലേ, ഇന്നതേ ചെയ്തിടാമെന്നില്ലാവിധം ശീലമാർന്നവൻ, ഇന്നതേ ചെയ്തിടാമെന്നില്ല ആ വിധം ശീലമാർന്നവൻ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ സന്നദ്ധനാണ് അദ്ദേഹം. അപ്പോൾ ഒരു പാരാമീറ്റർ മൂപ്പർക്ക് ബാധകമല്ല. പാവങ്ങളാം ഗോപികൾ തൻ പാൽ വെണ്ണ തൈർ കട്ടവൻ. അവർക്ക് മോക്ഷം കൊടുത്തു എന്നുള്ളതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. പാവങ്ങളാം ഗോപികൾ തൻ പാൽ വെണ്ണ തൈർ കട്ടവൻ, ചോദിപ്പിൻ കടവിൽ ചെന്നു വിഴുപ്പ് തുണി വാരിയോൻ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതോ പെൺകുട്ടികൾ കുളിക്കുന്ന കടവിൽ ഇയാൾ പോയിട്ട് അവരുടെ വിഴുപ്പൊക്കെ എടുത്ത് ഒരു മരത്തിൻ്റെ കൊമ്പമ്പിൽ തൂക്കി രസിച്ച ആളാണ്. ഒരു പരിഷ്കൃത ജീവിതം ഇയാൾക്കുണ്ടായിട്ടില്ല. ഒരു പ്രാകൃതനാണ് പറഞ്ഞത്. വളരെ രസമായിട്ടാണ് ശിശുപാലൻ നല്ലൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ റിസർച്ച് മാർക്ക് 0 ആണ്. ശിശുപാലന് തല പോവാണ് പക്ഷേ. അപ്പോൾ ആ സമയത്ത് ആളി കത്തുക എന്നൊരു സ്വഭാവമുണ്ട്. അതാണ് നടക്കുന്നത്. അപ്പോൾ ചോദിപ്പിൻ കടവിൽ ചെന്നു വിഴുപ്പു തുണിവാരിയോൻ, അണഞ്ഞ അമ്മാമനെ പോലും നിർലജ്ജം കൊല ചെയ്തവൻ. അണഞ്ഞ അമ്മാമനെ പോലും. അമ്മാമൻ ഇവരേനെ ബലരാമനും കൃഷ്ണയും ഗസ്റ്റായിട്ട് വിളിച്ചു കൊണ്ടുവന്നതാണ് 10 ദിവസം താമസിപ്പിക്കാൻ. അത് ഇയാൾ ശ്രദ്ധിക്കാണ്ട് അയാളെ കൊന്നു എന്നാണ് ഞാൻ കേട്ടുന്നത്. പോരെ, അണഞ്ഞ അമ്മാമനെ പോലും നിർലജ്ജം കൊല ചെയ്തവൻ, വിതുരൻ്റെ ഗൃഹത്തിങ്കൽ ചെന്നിടക്കൂൺ കഴിക്കുവൻ. അതായത് ഇവർ രാജപദവിയിലുള്ളവരാ, ശിശുപാലനൊക്കെ ദമഘോഷൻ. അപ്പോൾ ഇവർ വിതുരരെ കൂട്ടാക്കിയിട്ടില്ല. ദുര്യോധനാദികളെയും പാണ്ഡവന്മാരെയും കൂട്ടിയിട്ടുണ്ട്. വിതുരര് ദാസിയിലുണ്ടായിട്ടുള്ള മകനാവുക കാരണം ഇവരുടെ ജൽപ്പനങ്ങൾക്ക് എതിരാണെന്ന് ആൾ തെറ്റിദ്ധരിക്കണം. അതാണ് വിതുരൻ്റെ ഗൃഹത്തിങ്കൽ ചെന്നിടയ്ക്കോൺ കഴിക്കുവോൻ, മറ്റൊരാൾ കേകുവാൻ അച്ഛൻ നിശ്ചയിച്ചൊരു കന്യയെ. അതാണ് ഇയാൾക്ക് മനസ്സിലുള്ള വിഭ്രാന്തി. എനിക്ക് തരാൻ വേണ്ടി നിശ്ചയിച്ച രുക്മിണീനെ ഇവൻ തട്ടിക്കൊണ്ടുവന്നു എന്നാ. അതല്ല പറഞ്ഞത്. തട്ടിപ്പറിച്ചെടുത്തെന്നും മറ്റൊരാൾ കേകുവാൻ അച്ഛൻ നിശ്ചയിച്ചൊരു കന്യയെ തട്ടിപ്പറിച്ചെടുത്തെന്നും യോഗ്യനെന്നു നടിപ്പവൻ. കുറച്ച് അനുഭവിച്ച് എനിക്ക് തന്നാൽ മതിയായിരുന്നു. അയാളുടെ ഉള്ളിലതാ. അതും ഈ മഹാപാപി ചെയ്തിട്ടില്ല. അതൊക്കെയാണ് പറയണത്. തട്ടിപ്പറിച്ചെടുത്ത് ഇന്നും യോഗ്യനെന്നു നടിപ്പവൻ, പെൺതയ്യൽമാരെ 16,000 വെച്ച് പോറ്റുവൻ.
അതായത് ശ്രീകൃഷ്ണൻ്റെ ഗുണഗണങ്ങളെ എല്ലാം നെഗറ്റിവിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്തു ഒരു സഭയിൽ, വലിയൊരു സഭയിൽ. വിശ്വസിക്കിൽ മയങ്ങിച്ചെന്നുള്ളവും കവരുന്നവൻ, വിശ്വസിച്ചാൽ മയങ്ങിച്ചെന്ന് ഉള്ളവും കവരുന്നവൻ. ശരിയാണിത്. ആരാണ് ഭഗവാൻ വിഷ്ണുവിനെ വിശ്വസിച്ചുകൊണ്ട് ഇരുന്നത്? അവരുടെ മനസ്സ് കവരും. ശരിയല്ലേ? അതാണ് പോസിറ്റിവിറ്റീനെ നെഗറ്റിവിറ്റി ആയിട്ട് പറഞ്ഞത്. വിശ്വസിക്കിൽ മയങ്ങിച്ചെന്നുള്ളവും കവരുന്നവൻ, മുഖസ്തുതിയിലെന്നും ഒട്ടേറെ ഞെളിയുന്നവൻ, സ്വ അഭിപ്രായമൊരാളോടും തുറന്ന് ഓതാതിരിപ്പവന്ന, തുറന്നോതാതിരിപ്പവൻ. മനസ്സ് വിട്ട് കളിക്കില്ല. എന്തിനാ കളിക്കണത്? ജഗന്നിവാസനാണ് ഭഗവാൻ. ഞാൻ ഇന്നതാ ചെയ്യണമെന്ന് എല്ലാവരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു, സ്വ അഭിപ്രായം ഒരാളോടും തുറന്നോതാതിരിപ്പവൻ, വാരുണി സേവയൊട്ടേറെ വേണ്ടുവോൻ്റെ സഹോദരൻ. ഭഗവാൻ കൃഷ്ണൻ കള്ളു കുടിച്ചതല്ല, കള്ളുകൂടിയനായ ഏട്ടൻ്റെ അനിയനാണ്. അതിന് ഇയാൾക്ക് എന്ത് വേണം? വാരുണി സേവയൊട്ടേറെ വേണ്ടുവോ എൻ്റെ സഹോദരൻ, മാനമുള്ളവരോടെന്നും മടുപ്പാൻ മടിയുള്ളവൻ. ശരീരാഭിമാനികളുടെ അടുത്ത് ഭഗവാൻ സേവ വയ്ക്കില്ല. എന്തെൻ്റെ ആവശ്യം? ഭഗവാൻ ആത്മാമിത്രങ്ങളെ മാത്രമേ, ആത്മാവിനെ പരിഗണിക്കുന്നവരെ, പരബ്രഹ്മസ്വരൂപികളോട് അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ എന്ന നിലയ്ക്കുള്ളവർക്ക് മാത്രമേ ഭഗവാൻ അനുഗ്രഹം കൊടുക്കൂ. മാനമുള്ളവരോടെന്നും മടുപ്പാൻ മടിയുള്ളവൻ, പണക്കാരാം മിക്കവർക്കും കണ്ടുകൂടാതെയുള്ളവൻ. ഭഗവാനോടുള്ള താല്പര്യം സാധുജനങ്ങൾക്കാണ്. എന്താ സാധുജനങ്ങൾ? സാത്വിക ഗുണനിധികൾ, ആർഭാടമില്ലാത്തവർ. ആർഭാടമുള്ളവർക്ക് കപടന്മാരായിട്ട് ഭഗവാന് താല്പര്യമില്ല. അതാണ് ഇയാൾ എടുത്ത് പറയണത്. സത്യമോദികിൽ ആരോടും ഇണക്കം തീരെയറ്റവൻ. യെസ്, ഭഗവാൻ ആരോടും ഇണക്കൂല പണക്കൂല, സാക്ഷി മാത്രം. ഈ സത്യാവസ്ഥ അറിയാത്തവനവൻ. ആരെ? സങ്കുചിത ബുദ്ധിയുടെ ഉടമസ്ഥനായിരിക്കുന്ന ശിശുപാലൻ. സത്യം മോദികിൽ ആരോടും ഇണക്കം തീരെയറ്റവൻ, അമ്പാടിയിൽ പലരെയും ചതിച്ചോടിക്കളഞ്ഞവൻ. അതായത് സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ചു എന്നാണ് ആ ധ്വനി. പക്ഷേ തൻ്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ക്ലീം എന്ന കാമരാജമന്ത്രധ്വനിയിൽ എല്ലാ ഗോപസ്ത്രീകൾക്കും അറിവിൻ്റെ പരമകാഷ്ഠ കാണിച്ചു കൊടുത്ത് അവർ ഭുക്തി ചോദിക്കാണ്ട് മോക്ഷം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതൊന്നും ശിശുപാലനറിയില്ല. യാതൊന്നിലും ഇല്ലാത്തവരാം കൂട്ടിനാ മട്ടിലുള്ളവൻ. അതാണ് യാതൊന്നും ഇല്ലാത്തവരാം. ദരിദ്രനാരായണന്മാരെ രണ്ടർത്ഥം പറയണം. ഒന്ന്, ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്തത്. പിന്നെ സമ്പത്ത് ഭക്തിയാണ് എന്ന് വിചാരിച്ച് കുചേലനെ പോലെ ഒന്നുമില്ലാത്തവർ. എന്നാൽ അല്ലാണ്ടേ. അതാണ് യാതൊന്നുമില്ലാത്തവരാം കൂട്ടിനാ മട്ടിലുള്ളവൻ. ഇപ്പം എന്നെ പോലെ എന്ന് ധൈര്യമായിട്ട് പറയാം. ഞാൻ ആദ്യം മുതൽക്ക് ഫ്രം ദി വെരി ബിഗിനിങ് 1.5 മാസത്തെ ശമ്പളം കൊണ്ട് 1 മാസം കഴിക്കണ ആളാണ്. ഒരു 20-25 തയ്യാ 10-15 കടം വാങ്ങും. കാരണം എൻ്റെ സ്റ്റൈല് കള്ളു കുടിക്കാനും പൊടി വലിക്കാനും ചീട്ട് കളിക്കാനും അല്ല, കടമകളും കടപ്പാടുകളും നിറവേറ്റാൻ വേണ്ടി ഞാൻ വളരെയധികം യാതനകൾ സഹിച്ചിട്ടുണ്ട്. ആ യാതനകളൊക്കെ ഭഗവാൻ എനിക്ക് ട്രയൽ ആൻഡ് എറർ ബേസിസിൽ തന്നിട്ടുള്ളതാണ്. അതിലൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മര്യാദ പെൻഷനുണ്ട്. അതും ചിലവർ 1.5 മാസത്തെ പെൻഷൻ ചിലവാകും. കാരണം എന്താ? അയ്യപ്പൻ വിളക്ക്, അമ്പലത്തിലെ പൂരം, കല്യാണം ഒക്കെ. ഞാൻ ആരോ വലിയ ബിഗ് ബോസ് ആണെന്ന് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ കമ്മി വരുത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ കൊണ്ട് നടത്തും. അതിന്
എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ കൂട്ടാക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടമായി. അമ്പാടിയിൽ അല്ല, യാതൊന്നുമില്ലാത്തവരാം കൂട്ടിനാം മട്ടിലുള്ളവൻ, കൊള്ളായിലും സേവ കൂടുന്നവർക്ക് തുണ നിൽക്കുവോൻ. എന്താണ്? കൊള്ളായിലും സേവ കൂടുന്നവർക്ക് തുണ നിൽക്കുവോൻ. ഞാനിവിടെ നിർത്താൻ പോവുക, കാരണം ഒരു ഫോണ് വരണം, എനിക്കത് നോക്കണം.